ഹലോ നമസ്കാരം. നിങ്ങൾക്കറിയാം നമ്മുടെ കോലഴി സെൻറ്റർ മുതൽ അത്തേക്കാട് പോകുന്ന വഴികളിൽ ചെറിയ ചെറിയ കുഴികൾ, ഒരുപാട് കുഴികളുണ്ട്. അത് ഒരുപാട് തവണ കോറി വേസ്റ്റ് ഇതുപോലെ തന്നെ മറ്റ് വേസ്റ്റ് ഇട്ട് അടച്ചെങ്കിലും മഴ വരുമ്പോൾ അതൊക്കെ തുറന്ന് വീണ്ടും ആ കുഴി രൂപപ്പെടുകയാണ്. നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ 2 പേരാണ് കുഴിയിൽ വീഴാണ്ടിരിക്കാൻ വേണ്ടി വണ്ടി തെറ്റിച്ചപ്പോൾ 2 പേര് മരിച്ചു പോയതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് മെസ്സേജ് വന്ന് പറഞ്ഞു, ബിപിനെ, നീയും അതുപോലെ തന്നെ കുറച്ച് പിള്ളേരെയും കൂടെയും കൂട്ടിയിട്ട് റെഡിയാക്ക്, ഞാനൊരു 2 ചാക്ക് സിമൻറ്റ് നിനക്ക് തരാം. ആ സിമൻറ്റിന് നിങ്ങൾ ഒരു ദിവസം ഒഴിവുള്ള പോലെ മഴയില്ലാത്തപ്പോൾ നോക്കിയിട്ട് അവിടെയുള്ള ആ ഒരു കോലഴി മുതൽ അത്തേക്കാട് പോകുന്ന വഴിയിൽ ആ 2 ചാക്കിന് എത്ര കുഴി അടയ്ക്കാൻ പറ്റുന്നോ അത്രയും ഉപകാരമാണ്. അപ്പോൾ നീ ഒന്ന് അടയ്ക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ അതിന് സിമെൻറ്റ് മാത്രം ഉണ്ടായാൽ മാത്രം പോരല്ലോ, അതിന് മണൽ വേണം, മെറ്റൽ വേണം. അതിങ്ങനെ അന്വേഷിച്ച് നമ്മുടെ ഒരു സുഹൃത്തിനെ വിളിച്ചപ്പോൾ ആൾ പറഞ്ഞു, അതിലേക്ക് വേണ്ടുന്ന ആളൊരു കോൺട്രാക്ടറാണ്, ആളുടെ പണിസ്ഥലത്ത് പോവുകയാണെങ്കിൽ ആൾക്ക് അതിലേക്ക് വേണ്ടുന്ന ഒരു അപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോൾ അതിൽ 2 ചാക്ക് സിമെൻറ്റിന് ശരിക്കും നല്ല സ്ട്രോങ്ങിൽ ഇടണമെങ്കിൽ 20 ചെട്ടി മണൽ, അതുപോലെ തന്നെ 24 ചെട്ടി മെറ്റലാണ് വേണ്ടതെന്ന് അറിയാൻ സാധിച്ചു. അപ്പോൾ ഈ മണലും മെറ്റലും ഈ കോൺട്രാക്ടർ ചേട്ടനും നമുക്ക് സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഈ വരുന്ന ആഗസ്റ്റ് 15-ാം തീയതി, നിങ്ങൾക്കറിയാം നമ്മുടെ കോലഴി പഞ്ചായത്തിലെ ഏതാനും ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട ഒരു ചെറിയ പാർട്ടിയുണ്ട്. മറ്റുള്ള പാർട്ടികളെ പോലെ വലിയ പാർട്ടിയൊന്നുമല്ല, നമ്മുടെ ആം ആദ്മി പാർട്ടി. അപ്പോൾ ആം ആദ്മി പാർട്ടി പ്രവർത്തകരായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തു. ഞാൻ ഓൾറെഡി ആ പാർട്ടിയിൽ ഒരു മെമ്പറാണ്. അങ്ങനെ നമ്മുടെ മണ്ഡലം ഭാരവാഹികൾ, പഞ്ചായത്ത് ഭാരവാഹികളോട് സംസാരിച്ചപ്പോൾ അവരത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വരുന്ന ആഗസ്റ്റ് 15-ന് ആം ആദ്മി പാർട്ടിയുടെ പതാക ഉയർത്തിയതിന് ശേഷം ഞങ്ങൾ രാവിലെ ഒരു 9:30, ഒരു 10 മണി മുതൽ ഞങ്ങൾ കോളേജ് സെൻറ്റർ മുതൽ ആ 2 ചാക്ക് സിമെൻറ്റിന്, കോൺക്രീറ്റിന് എത്ര കുഴികൾ അടയ്ക്കാൻ പറ്റുന്നു ആ കുഴികളെല്ലാം അടച്ച് നിൽക്കാൻ തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കോളേജിലുള്ള സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഇതൊരു പാർട്ടിയുടെ നേതൃത്വത്തിലാണ് ചെയ്യുന്നത് എങ്കിൽ കൂടി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ഉദ്യമത്തിൽ പങ്കാളികളാവണം. അതല്ല, ഈ ഒരു 1 ചാക്ക് സിമെൻറ്റ് ഞാൻ തരാം, അല്ലെങ്കിൽ കുറച്ച് മണൽ ഞാൻ തരാം, കുറച്ച് മെറ്റൽ ഞാൻ തരാം, അല്ല നിങ്ങൾ കുഴിയെടുക്കുന്ന സമയത്ത് ഞാനും അതിൽ പങ്കാളികളാകാമെന്ന് ആഗ്രഹമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുകയോ എന്തെങ്കിലും ചെയ്യുക. അപ്പോൾ ഈ വരുന്ന ആഗസ്റ്റ് 15-ാം തീയതിയാണ് നമ്മളായിട്ട് ആ കുഴി അടയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് കോലഴി സെൻറ്റർ മുതൽ ഏകദേശം 8-ാം വാർഡ് എന്നാണ് എൻ്റെ അറിവ്. 8 പിന്നെ 6 വരുന്നത്. 8-ാം വാർഡിലെ മെമ്പർ ഓൾറെഡി അവരിൽ ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചത്. ആൾ പുറത്താണ്. അതിന് പകരം വേറൊരു മെമ്പർക്കാണ് 8-ാം വാർഡിൻ്റെ ചാർജ് എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ നമ്മൾ ആ 8-ാം വാർഡിൽ ഉള്ള ഒരു സുഹൃത്താണ് നമ്മളോട് 2 ചാക്ക് സിമൻറ്റ് തരാമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഈ വരുന്ന ആഗസ്റ്റ് 15-ന് ഞങ്ങൾ ആ കുഴി അടയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിൽ ആർക്കെങ്കിലും പങ്കാളികളാവണമെങ്കിൽ ആവാം. ഇത് നമ്മൾ ആരെയും തോൽപ്പിക്കാനോ അല്ലെങ്കിൽ ആരെയും കുറ്റപ്പെടുത്താനോ ഒന്നും വേണ്ടിയല്ല. ഒരുപാട് കുഴികളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ആഗസ്റ്റ് 15-നാണ് നമ്മൾ കോലഴി മുതൽ അത്തേക്കാട് പോകുന്ന വഴിയിൽ 2 ചാക്ക് സിമെൻറ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ സിമെൻറ്റിന് എത്ര കുഴി അടയ്ക്കാൻ പറ്റുന്നോ അത്രയും കുഴി നമ്മൾ അടയ്ക്കും. അപ്പോൾ ഇതിൽ പങ്കാളികളാവാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്നെ വീഡിയോയ്ക്ക് താഴെ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു നമ്പർ, നമ്മുടെ ഒരു മണ്ഡലം സെക്രട്ടറിയുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, ആളെ വിളിക്കാം, ആളുമായിട്ട് ബന്ധപ്പെടാം. അപ്പോൾ വീഡിയോ പരമാവധി എല്ലാവരും ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക. ആഗസ്റ്റ് 15 പ്രമാണിച്ച് ആർക്കെങ്കിലും ഈ ഒരു ഉദ്യമത്തിൽ പങ്കാളികൾ ആകണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ പങ്കാളികളാവട്ടെ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.